ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റവ അപ്പവും ചിക്കൻ കറിയുമാണ്. അതിന് വേണ്ടിയിട്ട് വേണ്ട റവ എടുത്തു വെച്ചിട്ടുണ്ട്, ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് റവ അപ്പത്തിന് എല്ലാം കലക്കി 1 മണിക്കൂർ ഒന്ന് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ കറിയുടെ പരിപാടിയിലേക്ക് തുടങ്ങാം. അപ്പോൾ ഇത് റെഡിയാക്കിയിട്ട് അടച്ചു വെക്കും, 1 മണിക്കൂർ വരെ ഇരിക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറി റെഡിയാവും. ഇന്നത്തെ ഞങ്ങളുടെ ആദ്യം റവയപ്പത്തിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് റവ. ഇതിപ്പോൾ ഇവിടെ അളവ് കൂടുതൽ വേണം, അതുകൊണ്ടാണ് ആ അളവിനെടുക്കുന്നത്. 2 കപ്പ് റവ എടുത്തു. പിന്നെ ഇതിലേക്ക് 1 കപ്പ് ദോശമാവാണ് ഒഴിക്കുന്നത്. 1 കപ്പ് ദോശമാവ് ഒഴിച്ചു. ഈ ബൗളിന് 1 ബൗള് തൈര്. നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. ഒരു ദോശമാവിൻ്റെ ഒരു പരുവത്തിനൊക്കെ ഏകദേശം വരണം. ഉപ്പ് ചേർക്കുക. ഒരു ശകലം പഞ്ചസാരയും കൂടെ ചേർക്കുക. നമുക്ക് കുഴച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു പരുവം. ഇനി നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. കണ്ടോ, ബാറ്ററി ഈ ഒരു രീതിയിൽ വന്നാൽ മതി. ഞാൻ ആ ബൗളൂടെ കഴുകി ജസ്റ്റ് ഇച്ചിരി വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് 1 മണിക്കൂർ ഇത് നമ്മൾ ശകലം ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് നമുക്ക് നിറച്ച് വെക്കണം. അത് കഴിയുമ്പോൾ നമ്മൾ ഇത് എടുക്കുമ്പോൾ ഇച്ചിരി കട്ടി ഉണ്ടെങ്കിൽ ശകലം വെള്ളം ചേർക്കുക. കണ്ടാണ്, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ടിട്ടുണ്ട്. നമ്മൾ അതൊന്ന് കലക്കി നമുക്കൊരു 1 മണിക്കൂർ ഒന്ന് അടച്ചു വയ്ക്കണം. ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് സവാള ഇടാം. ഞാനിപ്പോൾ ചിക്കന് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. സവാള ഒരു മീഡിയം സൈസിൽ 4 സവാള എടുത്തിട്ടുണ്ട്. സവാളയിലേക്ക് ഉപ്പിട്ടു. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് രണ്ടും കൂടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് സവാള ഇനിയും നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വാടി വരണം. സവാള, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാനൊരു 3 സ്പൂൺ ഇടുന്നുണ്ട്. കാരണം ഇത് ചുവന്ന കളറിലല്ലേ ഇരിക്കുന്നത്. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടേക്കുന്നത്. മല്ലിപ്പൊടി, കുരുമുളക് പൊടി, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കന് ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ചിക്കൻ ഇതിലേക്ക് ഇട്ടു. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. കറിവേപ്പിലയും കൂടി ഇട്ടു. ഇനി ഞാൻ നന്നായിട്ട് പെരട്ടി അവിടെ നോക്കും. മുളക് പൊടിയും കൂടി ഇട്ടു. നന്നായിട്ട് പെരട്ടി ഒരു 15 മിനിറ്റ് അടച്ചു വയ്ക്കാം. നോക്കിയപ്പോൾ ചിക്കനിൽ ഇതെല്ലാം പറ്റിയിട്ടുണ്ട്.
കണ്ടോ? ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. ചൂടുവെള്ളം ഒഴിച്ച് ഇത് വേവിക്കാം. ഓക്കെ, ഇനി ഇതിവിടെ കിടന്ന് വേവട്ടെ. ഇനി ഞാൻ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക്. എന്നിട്ട് നമുക്കിതൊന്ന് ചിക്കി എടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി, അതിൽ മുളക് പൊടി. അതിന് ആ ഒരു മുട്ടയുടെ ഇതിനൊരു കളർ വരാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ചിക്കനിലേക്ക് അത് ചേർത്താണ്. ചിക്കൻ മസാല, 1 സ്പൂൺ ചിക്കൻ മസാല ചേർത്തു. ടൊമാറ്റോ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ചിക്കൻ ഇത്ര ഉള്ളത് കൊണ്ടാണ് ഞാൻ അത്ര ഇട്ടത്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഒരു ശകലം മല്ലിയിലയും കൂടെ ചേർക്കണം. മല്ലിയിലയും കൂടി ഇട്ടു. മല്ലിയിലയും കൂടി ചേർത്തു. നമ്മുടെ എന്തോ ഇനി പറയണം, മുട്ട ചിക്കൻ എന്ന് പറയണോ എന്തോ ചിക്കന്, എങ്ങനെയെങ്കിലും നമ്മുടെ സൗകര്യം പോലെ എന്തോ പേരിട്ടാൽ എന്താ, കഴിക്കാൻ സ്വാദുണ്ടോ നോക്കിയപ്പോരെ. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റവയപ്പവും സ്പെഷ്യൽ ചിക്കൻ കറിയും. ഇത് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ.